ഇത് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ മത്തങ്ങയാണ്. ഈ പംകിൻ സീഡ്സ് നമ്മൾ കളയേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഒന്നെങ്കിൽ ഇത് ഉണക്കി ചുമ്മാതെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലൊക്കെ ഇത് അരച്ച് ചേർക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ പംകിൻ സീഡ്സ്. ആ മത്തങ്ങയെല്ലാം നല്ല വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഇട്ട് ഒരു 6 വിസിലാവുന്നതിന് വരെ അടുപ്പത്ത് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മിക്സി എടുത്ത് കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ച് അപ്പോൾ അത് പീസായി കിടക്കത്തില്ല. സാധാരണ നമ്മൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ആ പീസ് കഴിക്കത്തേ ഇല്ല. വെജിറ്റബിൾ പീസ് കണ്ട് അവർ പറക്കി മാറ്റി അടുപ്പത്ത് വെച്ച് എന്നിട്ട് വീണ്ടും നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കടുവോ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുവിട്ട് ഒരു വറ്റൽമുളക് കുത്തിയിടും. കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച മത്തങ്ങ അതുകൂടെ അതിനകത്ത് ഇടുക. ഇച്ചിരി കൂടെ നമ്മുടെ അരച്ച ആ തേങ്ങയോടെ ഇടുക. ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടിയാൽ മതി. നമുക്ക് ആ ചോറിനകത്ത് ഒഴിച്ച് അതിന് നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ മത്തങ്ങയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ ഈ കടയിലെ മത്തങ്ങയൊക്കെ മരുന്നടിച്ചതല്ലേ. ഇത് ഒരു പെസ്റ്റിസൈഡ് അടിക്കാത്ത നല്ല ഓർഗാനിക് മത്തങ്ങ. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ഇളക്കി നോക്കണം, ഉപ്പ് ഓക്കെയാണോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിള വരാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു തിള വന്നാൽ നമ്മുടെ നല്ല ടേസ്റ്റിയായ മത്തങ്ങ കറി റെഡി.